again to Little Logan's Life Coach with Love. അപ്പോൾ എന്നെപ്പോലെ എബവ് 40s എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പോൾ കടന്നു പോകുന്ന ഹോർമോണൽ ചേഞ്ചസ്, മൂഡ് സ്വിങ്സ്, ഇതൊക്കെ ചർച്ചാ വിഷയമാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത 2 സുഹൃത്തുക്കൾ തന്നെ അവരുടെ ആഫ്റ്റർ ഹാവിങ് ദ സർജറി ഓഫ് യൂട്രസ് ദേ ഹാവ് ഗോൺ ത്രൂ ദ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇതെല്ലാം അവരെ വല്ലാതെ തകർത്ത് കളഞ്ഞു. അപ്പോൾ എസ്പെഷ്യലി ഒരു ലേഡിക്ക് യൂട്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് അഗെയിൻ എ ഫാക്ട് ഓർ കപ്പിൾ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ദേ സ്റ്റാർട്ട് തിങ്കിങ് അബൌട്ട് മോർ ആൻഡ് മോർ അബൌട്ട് ദ physical relationship, whether it will be possible or not, whether they can meet the needs of the partner. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ ആങ്സൈറ്റി വർദ്ധിക്കും, അവർ ഡിപ്രസ്ഡ് ആകും. അപ്പോൾ അവരങ്ങനെ അപ്പോൾ ആ സമയത്ത് വേണ്ടത് പാർട്ട്ണറിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് വേണ്ടത്. അത് ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടി പോകും. അപ്പോൾ ഈ കപ്പിളിൻ്റെ 100% സപ്പോർട്ട് വരണമെങ്കിൽ അന്നേരം നിങ്ങൾ ആലോചിച്ചാൽ പോരാ. ഇതെപ്പോൾ ആലോചിക്കണം എന്നറിയാവോ? ഫ്രം ദ ബിഗിനിങ് ഓഫ് യുവർ ലൈഫ്. അന്നേരം നമ്മുടെ റിലേഷൻഷിപ്പ് എത്ര നമ്മൾ സ്ട്രെങ്തൻ ആയിട്ട് സൂക്ഷിക്കുന്നോ ആ സമയത്ത് നമുക്ക് വെൻ വി ആർ ഇൻ നീഡ് അവർ പാർട്ട്ണർ വിൽ ബി ദെയർ ഫോർ ഡെഫിനിറ്റ്. അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നോർമലി ദ കേസ് ഇസ് ദാറ്റ് വി വെർ ഓൾ എൻഗേജ് ഇൻ സോ മെനി തിങ്സ്. നമ്മുടെ കുട്ടികളുടെ കാര്യം, ഇനി ഇഫ് ഇറ്റ് ഇസ് എ വർക്കിംഗ് ലേഡി ആണെങ്കിൽ വർക്കിൻ്റെ കാര്യം, അവിടുത്തെ പലതരം പ്രോബ്ലംസ് അത് മീറ്റ് ചെയ്യുന്നത്, പേരൻസിൻ്റെ കാര്യം, ഇൻലോസിൻ്റെ കാര്യം, ഇതെല്ലാമായിട്ട് ആ സ്ത്രീ ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെ ബിസി സ്കെഡ്യൂളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം വരാനിരിക്കുന്നത്. അപ്പോഴത്തേക്കിനും പാർട്ട്ണറുമായിട്ട് ഉള്ള ഒരു ചെറിയ രീതിയിലൊരു അകൽച്ചയും വന്നു കഴിയും. ബിക്കോസ് ദ പാർട്ട്ണർ ഈസ് ഓൾസോ ബിസി വിത്ത് ഹിസ് ഓൺ തിങ്സ്, ബിസിനസ്, പിന്നെ അവർ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ അംഗമായിരിക്കാം, പിന്നെ എന്താ പറയുക, വീക്ക്ലി മീറ്റിംഗ്സ് വിത്ത് ഫ്രണ്ട്സ്, അവരുടെ ജോളിയായിട്ടുള്ള ലൈഫ് ഒക്കെ ആകുമ്പോൾ അവരങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ ഇവരുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് നിലനിൽക്കും. അത് അവരുടെ വാക്കുകളിൽ പോലും നിഴലിക്കും. അപ്പോൾ ഓർക്കുക, അതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോകും. ഈവൻ ദ വേർഡ്സ് ദാറ്റ് ദ കപ്പിൾ ആർ യൂസിങ്, അല്ലേ? അപ്പോൾ വീട്ടിൽ നമ്മൾ തീരെ ഒരു അഫെക്ഷനേറ്റ് അല്ലാത്ത വാക്കുകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഇറങ്ങുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് അവരുടെ കൊളീഗ് വിളിച്ച് ചോദിക്കുന്നത്, എന്താ പറയുക, അല്ലെ പേര് വിളിച്ചല്ലെങ്കിൽ സാറ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വേർഡ്സ്. നമ്മൾ ഒരിക്കലും അഫെക്ഷനേറ്റായിട്ട് ചിന്തിക്കാത്ത രീതിയിൽ പുറത്തൊരാൾ അഫെക്ഷനേറ്റായിട്ട് ചിന്തിക്കുന്നു. ഇല്ലെങ്കിൽ നേരെ തിരിച്ചും ലേഡിയെ വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ അല്ല, ഹ്യൂമൻ ബീങ്സിൻ്റെ മൈൻഡിൻ്റെ ഒരു പ്രത്യേകതയാണ്, വെൻ ദേ ആർ ഹിയറിങ് അഫെക്ഷനേറ്റ് വേർഡ്സ് ഓർ ലവബിൾ വേർഡ്സ് ദെയർ മൈൻഡ് വിൽ ഗോ ഫോർ ദ സെയിം. അപ്പോൾ അവർ വളരെ അഫെക്ഷനേറ്റ് ആയിട്ട്, കാരണം അവർക്ക് വൺസ് ഇൻ എ വൈൽ പറയേണ്ടതാണ്, അവർക്ക് ഒരു കാര്യം സാധിച്ചെടുക്കാനുണ്ട്, അതൊക്കെ കൊണ്ടാണ് അവർ വളരെ സ്വീറ്റായിട്ട്. പക്ഷേ അപ്പോഴാണ് വാട്സപ്പിൻ്റെ കാര്യം പറയേണ്ടി വരുന്നത്, അല്ലേ? ഇപ്പോൾ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ വാട്സപ്പ് ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം, അരി 1/2 കിലോ, 5 കിലോ, ഉഴുന്ന് 1/2 കിലോ, ടോയ്ലറ്റ് ക്ലീനർ അതായത് തീർന്നു, അവിടെ നിന്ന് ഓക്കെ എന്നൊരു മെസ്സേജ്, ദാറ്റ്സ് ഇറ്റ്, ഡൺ, അല്ലേ? അതേസമയം അവരുടെ ഫ്രണ്ട്സിൻ്റെയോ കൊളീഗ്സിൻ്റെയോ ഒക്കെ വാട്സപ്പ് ചെക്ക് ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഷുവർലി ഇറ്റ് വിൽ ബി കണ്ടെയ്നിങ് സ്വീറ്റ് ആൻഡ് മെലോഡിയസ് വേർഡ്സ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പോവാതിരിക്കണമെങ്കിൽ, അല്ല, അങ്ങനെ ഫൈനലി ഒരു 40s ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ജീവിതം ഒരു എന്താ പറയുക, ഒരു മണ്ടത്തരമായി പോയി എന്ന് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ഇപ്പോൾ സ്കൂളിലൊക്കെ തന്നെ വർക്ക് ചെയ്തിട്ട് കുറേ കൊളീഗ്സിൻ്റെ ഒക്കെ അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. ബിൽഡ് യുവർ ഫ്യൂച്ചർ ഫ്രം ദ ഏർലി സ്റ്റേജസ് ഓഫ് യുവർ മാരിറ്റൽ ലൈഫ്. അന്നേരം പരസ്പരം ഒരു എന്താ പറയുക, ഒരു സമയം യു ഷുഡ് ബൗണ്ട് ഫോർ ദിസ് പ്രഷ്യസ് ടൈം. ആ സമയത്ത് യൂസ് അഫെക്ഷനേറ്റ് വേർഡ്സ് ഇൻ ഡെഫിനറ്റ് ആയിട്ട് പേർപ്പസിന് ഉപയോഗിക്കാം. അതുപോലെ ചേഞ്ച് ഓഫ് അഡ്രസ്സിങ്, നമ്മൾ വലിയ ബഹുമാനത്തോടെയൊക്കെ വിളിച്ചു തുടങ്ങും. കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ആ വിളി തന്നെ മടുക്കും. അപ്പോൾ ഈ അടുത്തൊരു സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയപ്പോൾ ഞാൻ മൂപ്പരെ താനെ എന്നൊക്കെ വിളിക്കാറുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ റീസൺ വൈ ഐ ഹാവ് ചേഞ്ച് അഡ്രസ്സിങ്. കാരണം ഇതും ഒരു മുഷിപ്പ് തോന്നും, അല്ലേ? ഇപ്പോൾ ഈ പറയുന്ന പോലെ ഷേക്സ്പിയർ ഹാസ് സെഡ് വെറൈറ്റി ഈസ് ദ സ്പൈസ് ഓഫ് ലൈഫ്. നമ്മളൊരു 10 വർഷം ഒരേ അഡ്രസ്സിങ് ആകുമ്പോൾ നമുക്ക് മടുക്കും. യു ഹാവ് ടു ചേഞ്ച് ദാറ്റ്.
അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒരു പുതിയ നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പിലും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന റിലേഷൻഷിപ്പ് മാത്രമേ വളരെ സ്പൈസി ആയിട്ട് വളരെ ന്യൂ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ വാട്സപ്പിലൊരു ചാറ്റ് ഇടുക, എന്താ ആർ യു കമ്മിങ് ഏർലി ടുഡേ അല്ലേ? അപ്പോൾ അത് വായിക്കുമ്പോൾ ഒരു സുഖം, അത് കേൾക്കുമ്പോൾ ഒരു സുഖം. ഓർ ഐ എം വെയിറ്റിംഗ് ഫോർ യു. മടിക്കേണ്ട കാര്യമില്ല, വി ആർ ടോക്കിംഗ് ടു അവർ പാർട്ട്ണർ. അപ്പോൾ വേർഡ്സിൽ പിശുക്ക് കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി സർട്ടൺലി ഗോയിങ് ടു അഫക്റ്റ് യു പീപ്പിൾ. സോ ബിവെയർ, use your words, affectionate words. Otherwise, the world is waiting for your partner to give affection, give love, give care and everything. അപ്പോൾ കയ്യിൽ നിന്ന് പോകാതെ സൂക്ഷിക്കണമെങ്കിൽ ഒരു മിഡിൽ ഏജിൽ വരുമ്പോഴത്തേക്കിനും നിങ്ങളുടേതായി നിങ്ങളുടെ ഒരു പില്ലറായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കണമെങ്കിൽ സം ഡ്രാമ ഇറ്റ് ഷുഡ് ബി ദെയർ അല്ലേ? ജീവിതം തന്നെ ഒരു ഡ്രാമയാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ സ്പൈസും അല്ല, സ്പൈസസ് നമ്മൾ പറയും എല്ലാ ടേസ്റ്റ് നമുക്ക് തരുന്നതാണ് സ്പൈസസ്. സുഗന്ധവും സോൾട്ട്, സോർ, ബിറ്റർ, ഷുഗർ എല്ലാം അടങ്ങുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വേണം. എവറി ഇമോഷൻ ഇസ് നീഡഡ്, ബട്ട് സ്റ്റിൽ യു മസ്റ്റ് സേ എവറിത്തിങ് ഇൻ ഓപ്പൺ വിത്ത് ലവബിൾ വേർഡ്സ്. താങ്ക് യു.